മിശിഹായുടെ സ്നേഹത്തിന്റെ സൗരഭ്യം പരക്കട്ടെ എന്ന ആപ്തവാക്യം ജീവിതത്തിൽ സ്വീകരിച്ച മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മാമൂട് ലൂർദുമാത ഇടവകയിൽ കൂവക്കാട്ട് ജേക്കബ് വർഗീസിന്റെയും ലീലാമ്മ വർഗീസിന്റെയും മകനായി 1973 ഓഗസ്റ്റ് 11 ജനിച്ചു. 2 മാസം മുതൽ ഈ ഭവനത്തിൽ പ്രിയപ്പെട്ട അമ്മച്ചി, ഞങ്ങളുടെ അമ്മച്ചിയും നിയുക്ത കർദിനാളിൻ്റെ വല്യമ്മച്ചിയുമായ ശോശാമ്മ ആൻ്റണി ആണ് ഈ കുഞ്ഞിനെ വളർത്തിയത്. സ്കൂൾ ഓഫ് ആ ലേഡി ചങ്ങനാശ്ശേരി, ക്രിസ്തുജ്യോതി സ്കൂൾ ചെത്തിപ്പുഴ എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം. പിന്നീട് SB കോളേജിൽ നിന്നും BSc കെമിസ്ട്രിയിൽ ബിരുദം നേടിയ ശേഷം സെമിനാരിയിലേക്ക്. ഒരുമിച്ച് ഒരേ ദിവസം 1995 ജൂൺ 18 കുറിച്ചി മൈനർ സെമിനാരിയിൽ ചേർന്നവരാണ്. സെമിനാരി പരിശീലനം പൂർത്തിയാക്കി 2004 ജൂലൈ 24 ഭാഗ്യസ്മരണാർഹനായ മാർ ജോസഫ് പൗവത്തിൽ മെത്രാപ്പോലിത്തയുടെ കൈവെപ്പ് വഴി മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട് പൗരോഹിത്യം സ്വീകരിച്ചു. പാറയിൽ സെന്റ് മേരീസ് പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായി ശുശ്രൂഷ ചെയ്തു. തുടർന്ന് ഉപരിപഠനത്തിനായി റോമിലേക്ക്. റോമായിലെ പഠനകാലത്താണ് അദ്ദേഹത്തെ അടുത്തറിയുവാൻ ഞങ്ങൾക്ക് സാധിച്ചത്. 1999 ഒരു സെമിനാരിക്കാരനായിട്ട് തിയോളജി പഠനത്തിനായിട്ട് പൗത്യ പിതാവ് കൂവക്കാട്ടച്ചനെ റോമിലേക്ക് അയക്കുന്നത്. കൊച്ചിരി പിതാവിൻ്റെ പിൻഗാമിയായിട്ടാണ് അദ്ദേഹം റോമിൽ എത്തുന്നത്. റോമിലെ സാന്താക്രാച്ചെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കാനൻ ലോയിൽ ഡോക്ടറേറ്റ് നേടി. 2006 മുതൽ വത്തിക്കാൻ നയതന്ത്ര കാര്യാലയത്തിൽ ജോലി ചെയ്തു വരുന്നു. അൾജീരിയ, സൗത്ത് കൊറിയ, ഇറാൻ, കോസ്റ്ററീക്ക എന്നീ രാജ്യങ്ങളിലെ നയതന്ത്ര ശുശ്രൂഷകൾക്ക് ശേഷം 2020 മുതൽ ഫ്രാൻസിസ് പാപ്പായുടെ അപ്പസ്തോലിക യാത്രകളുടെ പ്രധാന ചുമതലക്കാരനായി സേവനം ചെയ്യുകയാണ് മോൺസിഞ്ഞോർ കൂവക്കാട്. ഇപ്പോൾ അദ്ദേഹം മാർപ്പാപ്പയുടെ ഇറ്റലിക്ക് പുറത്തുള്ള വിദേശ യാത്രികളുടെ കോർഡിനേറ്റർ എന്നുള്ള നിലയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. മാർപ്പാപ്പ ഓരോ രാജ്യത്തേക്കും യാത്ര ചെയ്യുമ്പോൾ അതൊരു നീണ്ട ഒരുക്കത്തിൻ്റെയും നീണ്ട പരിശ്രമങ്ങളുടെയും ഫലമായാണ് ഓരോ യാത്രയും ചിട്ടപ്പെടുത്തുന്നത്. ഓരോ യാത്രാ സംഘത്തിലും ഏകദേശം 70-ന് മുകളിലുമൊക്കെ ആളുകൾ ആ സംഘത്തിലുണ്ടാവും. ഇവരോരോരുത്തരുടെയും താമസവും ഭക്ഷണവും സുരക്ഷയും യാത്രാ ക്രമീകരണങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് അച്ഛൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ. 2024 ഒക്ടോബർ 6 ഞായറാഴ്ച മധ്യകാല പ്രാർത്ഥനയുടെ അവസരത്തിൽ നടന്ന പ്രഖ്യാപനത്തിൽ ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ കർദിനാളായി നിയോഗിച്ചു. 2024 നവംബർ 24 ഞായറാഴ്ച ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രോപൊളിറ്റൻ പള്ളിയിൽ സിറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിൽ നിന്നും കൈവപ്പ് വഴി നിസിബിസിന്റെ സ്ഥാനീയ മെത്രാപ്പോലിത്തയായി മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട് അഭിഷിക്തനാകും. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാളിനോടനുബന്ധിച്ച് 2024 ഡിസംബർ 7 ഫ്രാൻസിസ് പാപ്പായിൽ നിന്നും അദ്ദേഹം കർദിനാൾ പദവി സ്വീകരിക്കും. മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാടിനെ ഫ്രാൻസിസ് പാപ്പ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയത് സീറോ മലബാർ സഭയ്ക്കും ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കുമുള്ള അംഗീകാരമാണ്. പിതാവിന് മാതൃ അതിരൂപതയുടെ പ്രാർത്ഥനാശംസകൾ.